നമ്മുടെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതിൻ്റെ ബാക്കി വെയ്റ്റ്സ് റൂളിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. And we have seen that Waits rule correlates the formula, electron count and the shape of the molecule. അതായത് ഫോർമുലയിൽ നിന്ന് എങ്ങനെ ഇലക്ട്രോൺ കൗണ്ട് കിട്ടിയാൽ എങ്ങനെ നമുക്ക് ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോർ ടേക്ക് അനദർ എക്സാമ്പിൾ, സേ D6H10. So, if you apply Waits rule, you can see that it is actually BH 6 times and H4 ചാർജ് ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എച്ചിനുള്ള ഇങ്ങനെ ഓരോ നമുക്കറിയാം ഈച്ച് ബി എച്ച് യൂണിറ്റ് കോൺട്രിബ്യൂട്ട്സ് 2 ഇലക്ട്രോൺസ് ടു ദി സ്കെലറ്റൽ ബോണ്ടിങ്. സ്കെലറ്റൽ ബോണ്ടിങ് ഉപയോഗിക്കുന്നത് 2 ഇലക്ട്രോൺസ് ആണ് ബി എച്ച്. ബാക്കി ഒരു ഇലക്ട്രോൺ പോയി ഒരു ഇലക്ട്രോൺ നമുക്കറിയാം ഹൈഡ്രജനായിട്ട് ബി എച്ച് യൂണിറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? So we can see that 6 into 12 plus 4, that is the 16 is the electron count, that is equal to 8 pairs. Isn't it? So 8 pairs means yes, it is a m plus 2 pairs because m is equal to 6. 6 boron ആണത്. 6 boron ഉള്ള ഒരു യൂണിറ്റ് B6H10 എത്രയുണ്ട്? 8 ഇലക്ട്രോൺ pairs. So it is m plus 2 pairs. So you can see that it is having the nido structure. m plus 1 ആണ് ക്ലോസോ, m plus 2 ആണ് nido, m plus 3 ആണെങ്കിൽ ആർക്കണോ നമുക്കറിയാം. ഇനി ഇതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? നിഡോ എന്ന് പറഞ്ഞാൽ പോരാ, നിഡോ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ആക്ച്വലി യെസ്, എത്ര കോർണർ ഉണ്ടാവും അതിന്റെ കോർണർ 8 ആണ്, സോറി 6 ആണ്, 8 അല്ല 6 ആണ് അല്ലേ? 6 കോർണർ എന്ത് ഷേപ്പ് ആയിരിക്കണം? നിഡോ. നിഡോ മീൻസ് നോ ദാറ്റ് ക്ലോസോ കഴിഞ്ഞ നിഡോ ക്ലോസോയിൽ നിന്ന് ഒരു വെർട്ടക്സ്, 1 vertex removed from a closo structure. That means actually this 6 vertex nido structure is obtained from where? From a 7 vertex closo structure. ശരി, ഒരു 7 vertex closo structureൽ നിന്ന് ഒരു വെർട്ടക്സ് റിമൂവ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 6 vertex nido structure കിട്ടുന്നത്. പറയുന്നത് മനസ്സിലാണെങ്കിൽ സോ വാട്ട് ഈസ് ദി സ്ട്രക്ചർ ആക്ച്വലി? വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് 7 vertex സ്ട്രക്ചർ? എന്താണ് നമുക്കറിയാം? 7 vertex ഉള്ള എന്ത് ഹെഡ്രനായിരുന്നു? ഡെൽറ്റ ഹീഡ്രൺ എന്ന് പറഞ്ഞാൽ മതി. 7 vertex delta hydron is a pentagonal bipyramid. That is a 2, 3, 4, 5. A pentagon, and you can see that 1 point above and 1 point below. ഇതാണ് പെന്റഗൺ. നമുക്കറിയാം പെന്റഗണൽ ബൈപിരമിഡ്. You can join it like this. And if you draw the lines, you can see that it will be like this. ഇതെല്ലാം ഇവിടത്തേക്ക് ജോയിൻ ചെയ്ത് വരണം. 5 പോയിന്റും ഇവിടത്തേക്ക് ജോയിൻ ചെയ്യുക. അതേപോലെ ഇവിടുന്ന് 5 വന്ന് 2, 3, 4, 5 ഇങ്ങനെ ജോയിൻ ചെയ്യാം. എന്നിട്ട് വൃത്തിയായി തോന്നും, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ 5 വെർട്ടക്സ് ഉള്ള ഒരു 5 വെർട്ടക്സ് ഉള്ള പെന്റഗണും പിന്നെ അതിന്റെ മേലെയും താഴെയും. ഇപ്പൊ നമ്മൾ നേരെ വരച്ച നേരെ കിടക്കായി തോന്നും, ബുക്കിലൊക്കെ കുറച്ച് മാറ്റി വരച്ചിട്ടുണ്ടാവും. അങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇതാണ് പെന്റഗണൽ ബൈപിരമിഡ്. ട്രൈഗണൽ ബൈപിരമിഡ്. നമ്മളെ ഒക്ടാഹെഡ്രൺ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു സ്ക്വയർ ബൈപിരമിഡ് ആണ്. സ്ക്വയറിന്റെ മേലെ ഒരു പോയിന്റ് താഴെ ഒരു പോയിന്റ്. ട്രൈഗണൽ ബൈപിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളിന്റെ മേലെ ഒരു പോയിന്റ് താഴെ 5 വെർട്ടക്സ്. സ്ക്വയർ ബൈപിരമിഡ് എന്ന് പറഞ്ഞാൽ 4, 2, 6 വെർട്ടക്സ്. പെന്റഗണൽ ബൈപിരമിഡ് എന്ന് പറഞ്ഞാൽ 5, 2, 7 വെർട്ടക്സ്. 7 വെർട്ടക്സ് ഡെൽറ്റ ഹീഡ്രൺ ഓർ 7 വെർട്ടക്സ് പോളി ഹീഡ്രൺ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ദാറ്റ് ഈസ് അതിൽ നിന്ന് ഒരു വെർട്ടക്സ് റിമൂവ് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതാണ് അതിന്റെ നിഡോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? കാരണം നമ്മുടെ ബോറൈന് 6 വെർട്ടക്സ് വേണം. 6 വെർട്ടക്സ് വേണം. അത് ഒരു നിഡോ സ്ട്രക്ചർ ആണെങ്കിൽ എന്തായിരിക്കും അത് 7 വെർട്ടക്സ് ഉള്ള ഒരു സ്ട്രക്ചറിൽ നിന്ന്, ക്ലോസോ സ്ട്രക്ചറിൽ നിന്ന് ഒരു വെർട്ടക്സ് റിമൂവ് ചെയ്ത്. ഇതാണ് അതിന്റെ ഷേപ്പ്. B4H10 ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇവിടെ ഓരോ സ്ഥലത്തും ബോറോൺ ഉണ്ടാവും. ബോറോൺ ഒരു പെന്റഗണും അതിന്റെ മേലെ ഒരു പോയിന്റ്. നമുക്ക് ശരിക്കും വരച്ചു കഴിഞ്ഞാൽ we can see that
മേലെ മാത്രം ഒരു പോയിന്റ്, താഴെയില്ല. ഇപ്പൊ എത്രയായി? സിക്സ് വെർട്ടെക്സ്, സിക്സ് വെർട്ടെക്സ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് ദ നിഡോ സ്ട്രക്ചർ. എന്തുകൊണ്ടാണ് നിഡോ എന്ന് പറയുന്നത്? കാരണം അത് ക്ലോസോയിൽ നിന്ന്, ഈ ക്ലോസോയിൽ നിന്ന് അല്ലെ പെന്റഗണൽ ബൈപിരമിഡിൽ നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്തതാണ്. യു ക്യാൻ സീ ദാറ്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ വരച്ചാൽ ഇപ്പോൾ ശരിക്കും നമുക്ക് കിട്ടിയില്ല, അതിന് നേരെ ഇങ്ങോട്ട് പോരും, കുറച്ചുകൂടി മാറ്റി വരണം. വരച്ചപ്പിക്കാൻ ലേശം പാടാണ്. Yes sir. So you can see, you can draw a line വേറൊരു കളറിൽ വരാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന്, രണ്ട്, എന്നിട്ട് ഞാൻ വരക്കുമ്പോൾ നേരെ പോകുന്നു, അതാ കുഴപ്പം. 3, 4, 5, ഇതാണ് ഷേപ്പ് വരുന്നത്. മനസ്സിലായില്ലേ? 5 പോയിന്റ് മേലൊന്നും ഇതിന്റെ ഒരു പെന്റഗണൽ പിരമിഡ് ആയി മാറും. ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് എ B6H10. ഇതെങ്ങനെ കിട്ടുന്ന മനസ്സിലായാലോ? നമ്മൾ നിഡോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ അവസാനം നിഡോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു ക്ലോസർ സ്ട്രക്ചറിൽ നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്തതാണ്. എന്നിട്ടും എത്ര വെർട്ടെക്സ് ബാക്കിയിട്ടായില്ലേ? 6 വെർട്ടെക്സ്. കാരണം 6 ബോറോൺ ഉണ്ട്, 6 വെർട്ടെക്സ് ഉണ്ട്. 6 വെർട്ടെക്സില് അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? 7 വെർട്ടെക്സ് ഉള്ള ഒരു ഡെൽറ്റ ഹെഡ്രാണ് നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത ഷേപ്പ്, ദാറ്റ് ഈസ് എ പെന്റഗണൽ പിരമിഡ്. And you can see that actually the structure of this B6H10 is like this. B, B. And a boron here with one hydrogen each from this boron atom. മനസ്സിലാകുന്നുണ്ടെന്നറിയണം. കുറച്ച് കഴിഞ്ഞ ഈ സ്ട്രക്ചർ നമ്മൾ വീണ്ടും ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഇങ്ങനെയാണ് ഇത് ഈ ബോറോണുമായിട്ടും ഈ ബോറോണുമായിട്ടും ഈ ബോറോണുമായിട്ടും ഈ ബോറോണുമായിട്ടും ഈ ബോറോണുമായിട്ടും ഇതിന് കണക്ഷനാണ്. താഴെ ശ്രദ്ധിക്കുക, താഴെ ഒരു പെന്റഗണൽ, മേലെ ഒരു പെന്റഗണൽ പിരമിഡ് പോലെ, പെന്റഗണൽ പിരമിഡ് തന്നെയാണ്. ക്ലിയർ? യു കൻ സീ ദാറ്റ് ഇതാണ് യഥാർത്ഥ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജൻ യഥാർത്ഥത്തിൽ എന്താണ്? ഇതിൽ നിന്ന് കിട്ടുന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഹൈഡ്രജൻ ഇതാണ് BHB ബോണ്ടാണ്, അതായത് 2 സെന്റർ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. ഇതൊന്നും ആ ചിത്രത്തിൽ നമ്മുടെ ഷേപ്പിൽ വരുന്നില്ല. ഷേപ്പിൽ വരുന്ന ബോറോണെ പറ്റി മാത്രമുള്ളൂ. അതാ ബോറോണെ പറ്റി മാത്രം 5 ബോറോൺ, 5 ബോറോണും കൂടി കണക്ട് ചെയ്താൽ, 5 ബോറോൺ കൂടി കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് എ pentagon. See, a pentagon. And the 6th boron is here. So that is a pentagonal pyramid. Pentagonal bipyramid നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. Got the point? And you can see that എന്തുകൊണ്ട് ഈ പോയിന്റ് കട്ട് ചെയ്ത് നമുക്ക് പ്രശ്നം കൂടി വരുന്നുണ്ട്. ഇത് കട്ട് ചെയ്താലോ? അത് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് സീൻ ദാറ്റ് മോർ കണക്ടിവിറ്റി ഉള്ള ബോറോൺ ആറ്റം, വെർട്ടെക്സ് ആണ് കട്ട് ചെയ്തത്. വെർട്ടെക്സ് ഇറ്റ് ഈസ് ഹാവിംഗ് എ ഗ്രേറ്റർ നമ്പർ ഓഫ് കണക്ടിവിറ്റി. ഇവിടെ കണക്ടിവിറ്റി വളരെ കൂടുതൽ, ഇവിടെ അതാണ് കട്ട് ചെയ്തത്. ഇത് ഒന്നാ കട്ട് ചെയ്ത് പോകാം. ഇത് കട്ട് ചെയ്താൽ ഒരുപോലെ തന്നെയാണ്. പെന്റഗണൽ ബൈപിരമിഡ് ഇത് തിരിച്ച് കട്ട് ചെയ്ത് നമുക്കറിയാം അത് ഒരു ബേർഡ്സ് നെസ്റ്റ് പോലെയാവും. താഴെ ഒരു ഒറ്റ പോയിന്റ്, അതിന്റെ ചുറ്റും 5. താഴെ ഇങ്ങനെ ഉണ്ടാവുക, താഴെ ഒരു പോയിന്റ്, മേലെ 5 പോയിന്റ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. 1, 2, 3, 4, 5 ഇതുപോലെ താഴെ ഒരു പോയിന്റ്. അങ്ങനെയാണ്. അപ്പോൾ അതും ഇങ്ങനെ തന്നെ. So we can see that it is like a bird's nest, nido structure. Is it clear? അപ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചറിൽ നിഡോന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഡെൽറ്റ ഹെഡിൽ നിന്നാണ് അത് ഉണ്ടായത് കൂടി പറയണം. ദാറ്റ് ഈസ് yes. And we can get the correct structure. ഇപ്പോൾ 6 വെർട്ടെക്സ് ഉള്ള ഒരു അരക്കിലോ സ്ട്രക്ചർ ആയിരുന്നെങ്കിൽ ഇതിൽ ഒരു വെർട്ടെക്സും കൂടി, ആ വെർട്ടെക്സ് പോകുന്നത് ഏതാണ്? നിയറസ്റ്റ് വൺ. Because 2 adjacent vertices are. രണ്ടെണ്ണം പോകുമ്പോൾ adjacent vertex. ഫസ്റ്റ് പോകുമ്പോൾ അതിന്റെ മാക്സിമം കണക്ടിവിറ്റി ഉള്ള ഒരു പോയിന്റ്, മനസ്സിലായില്ലേ? അത് പോയി കഴിഞ്ഞാൽ we get the nido structure. If one more vertex closer to this one, ഇതിൽ 5 ഏതും പോകുന്നത്, ഇതുപോലെ 5 then we get the arachno structure.
Clear? For B6H10 നമ്മൾ Weyer's rule apply ചെയ്ത് കഴിഞ്ഞാൽ we can see that we get the structure of the shape of a B6H10 molecule by reaching at the number of a peripheral electron pairs. Peripheral skeletal electron pairs. Peripheral എന്ന് വേണ്ട skeletal electron pairs. 8. And this is 6, that is 6 plus 2 or m plus 2 നമ്മളത് നിഡോ ആണെന്ന് മനസ്സിലാക്കും. Okay, we look into another example. There are a lot of ഞാൻ നേരത്തെ പറഞ്ഞു this is applicable to neutral or anionic boron hydrides and also carborates. Neutral boron hydrides രണ്ട് ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ബി എം എച്ച് എം പ്ലസ് 4ഉം ബി എം എച്ച് എം പ്ലസ് 6ഉം ആണ് മിക്കവാറും എല്ലാ ബോറൈഡ്സിൻ്റെയും ഫോർമുല. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട B4H10 ഏത് വരുന്നതാണ്? B4 എം പ്ലസ് 4 ആണ്, സോറി എം പ്ലസ് 6 ആണ് അല്ലേ? B4H10 B6 H എത്രയായിരിക്കും? 6 + 6 H12 ആയിരിക്കും. എല്ലാം ഉണ്ടാവണമെന്നില്ല. എല്ലാ ബോറൈഡും ഇപ്പൊ B7 B6 B7 ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്തായാലും അതിന്റെ ഫോർമുല എന്തായിരിക്കും? ഈ രൂപത്തിലായിരിക്കും. BmHm+6. ഇനി നമ്മൾ ജനറൽ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്താ BmHm+6 എന്നുള്ള ഫോർമുലയുള്ള ഒരുപാട് ബോറൈഡ്സ് ഉണ്ട്. അതുപോലെ BmHm+4 എന്ന സ്ഥലത്തുള്ള കുറെ ബോറൈഡ്സ് ഉണ്ട്. മനസ്സിലായി? ഈ രണ്ടെണ്ണം നമ്മൾ ന്യൂട്രൽ ബോറൈഡ്സിൽ ഈ രണ്ടെണ്ണം മിക്കവാറും കാണും. അല്ലാതെ വെരി വെരി റെയർ ആണ്, ഇല്ല എന്ന് തന്നെ പറയാം. സോ വി കൻ സീ ദാറ്റ് BmHm+6 എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? നമുക്ക് എന്താ കണക്കൂട്ടുണ്ട്? സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ്. സോ വി കൻ റൈറ്റ് ഇറ്റ് ലൈക്ക് BM or BH m times plus 6, isn't it? 6H ആണ്, H6 or 6H. 6 BH യൂണിറ്റും അതിന് പുറമെ 6 ഹൈഡ്രജൻ ഉണ്ട്. അല്ല MBH യൂണിറ്റ്സും 6 ഹൈഡ്രജൻ ഉണ്ട്. And MBH units will have a 2m electrons, isn't it? Each BH unit will contribute 2 electrons. So the total number of electrons contributed by MBH units towards skeletal bonding will be 2m and plus 6. That's equal to m+3 pairs. Clear? അപ്പോൾ BmHm+6 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ m+3 pairs of skeletal electrons ഉണ്ടാവും എന്നർത്ഥം. M-ന്റെ വാല്യൂ can be seen that the value of m ranges from 5 to 12. 5 മുതൽ 12 വരെ ആവും. ആരെ വാല്യൂ? സർ അത് ഇതിലല്ല, ഇപ്പൊ പറഞ്ഞിരുന്നു BmHm+6 എന്നുള്ള ഫോർമുലയുള്ളതും BmHm+4 എന്നുള്ള ഫോർമുലയുള്ള ബോറൈഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ന്യൂട്രൽ ബോറൈഡ്സ് നമ്മൾ ബോറോഹൈഡ്രേറ്റ് ആനയോൺസോ കാർബോറൈഡ്സോ അല്ല, ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതിനാണ്, ഇതുമാണ്. ഫോർമുല ഇതാണെങ്കിൽ അത് m+3 പേഴ്സ് ഉണ്ടാവും. And we can see that similarly if you calculate can get എത്ര ഉണ്ടാവും? MBH യൂണിറ്റും 4 ഇലക്ട്രോൺസ് 4 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? 2m+4 or it can be m+2 pairs. 2m+4 electrons and പകുതിയായ m+2 pairs. So we can see that BmHm+4 will have always m+2 pairs of skeletal electrons. BmHm+6 always will have a m+3 skeletal electrons. That means all the boranes or boron hydrides with the formula BmHm+4 will be having the nido structure m+2, and all the boranes with the formula BmHm+6 will have a m+3 pairs and it has the arachno structure. So these boranes are usually called nido boranes and these are called arachno boranes. ആദ്യമേ പേരം കൊടുത്തു നമുക്ക് nido boranes arachno boranes because any borane with the formula BmHm+4 will have a m+2 pairs of skeletal electrons and
As per the Wade's rule, we can see that ഇതെങ്ങനെ നമ്മൾ കണക്കൂട്ടുന്ന മനസ്സിലായി. ടോട്ടൽ നമ്പർ ഓഫ് BH യൂണിറ്റ് എത്രയുണ്ട്, എത്ര H ഉണ്ട്, അത് കൂട്ടി ചാർജ് ഒന്നുമില്ല, കാർബൺ ഇല്ല, അത് ഒഴിവാക്കി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി 2m+4 ഇലക്ട്രോൺ, അതായത് m+2 pairs ഓഫ് ഇലക്ട്രോൺസ്, m+2 pairs ആയതുകൊണ്ട് അതെന്തായിരിക്കും, അത് നിഡോ ആയിരിക്കും. അത് B4 B5H9 ആയാലും B6H10 ആയാലും മനസ്സിലായില്ലേ, BH12 ആയാലും ഇതിന്റെ ഒക്കെ സ്ട്രക്ചർ ഒന്ന് തന്നെ എന്താണ്, നിഡോ ആണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, നിഡോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദിസ് B5H9? B5H9 has the nido structure. That means nido structure means as a structure or a shape that is obtained by removing one vertex from a closed structure. ഈ ക്ലോസ് B5H9 എന്ന് പറഞ്ഞാൽ 6 വെർട്ടെക്സ് ഉള്ള ഒരു പോളിഹെഡ്രൺ അല്ലെങ്കിൽ ഡെൽറ്റ ഹെഡ്രണിൽ നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ എന്ത് ഷേപ്പ് ഉണ്ടാവോ അതാണ് B5H9 ഷേപ്പ്. അതാണ് 6 വെർട്ടെക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 വെർട്ടെക്സ് ഉള്ള ഒക്ടാഹീഡ്രൺ 1 2 3 4 5 6. ഇതിൽ നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യാം. എന്താ ഷേപ്പ് വരുന്നത്? ദാറ്റ് ഈസ് എ സ്ക്വയർ പിരമിഡ്. Square pyramid. Is it clear? Any B6H10 ആയാലോ, B6H10 also will have the because all these have the general formula BmHm+4. അപ്പോൾ B6H10 ആയാലോ, B6H10 ആയതിന്റെ ഷേപ്പ് എന്താണ്, നമ്മൾ നേരത്തെ കണ്ടു 7 വെർട്ടെക്സ് ഉള്ള ഒരു ഡെൽറ്റ ഹെഡ്രണിൽ നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്, ഈ സ്ട്രക്ചർ ആയിരിക്കും, ഈ ഷേപ്പ് ആയിരിക്കും. എന്താ ഷേപ്പ്? ദാറ്റ് ഈസ് എ പെന്റഗണൽ പിരമിഡ്. ഇത് സ്ക്വയർ പിരമിഡ് ആണ്, ഇത് പെന്റഗണൽ പിരമിഡ് ആണ്. ഇതെന്തായിരിക്കും? B8H12 again has the same nido structure. That means the shape will be as എന്തായിരിക്കും, ഒരു 9 വെർട്ടെക്സ് ഉള്ള പോളിഹെഡ്രണിൽ നിന്ന് ഒരു വെർട്ടെക്സ് കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്ന ഷേപ്പ് ആയിരിക്കും അതിൻ്റെ. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഓരോ വെർട്ടെക്സ് എണ്ണം കൂടുന്നതനുസരിച്ച് 4 വെർട്ടെക്സ് ഉള്ളത് ടെട്രാഹീഡ്രൺ, 5 ഉള്ളത് എന്തായിരുന്നു, 5 ഉള്ളത് എന്തായിരുന്നു, 4 ഉള്ളത് ടെട്രാഹീഡ്രൺ, 5 ഉള്ളത് ആറുള്ളത്, 5 ഉള്ളത് എന്തായിരുന്നു കിട്ടുന്നില്ല അവിടെ, 6 ഉള്ളത് ആറുള്ളത് 4 ടെട്രാഹീഡ്രൺ, 6 ഉള്ളത് ട്രയാഗണൽ ബൈ പിരമിഡ്, 5 ഉള്ളത് ട്രയാഗണൽ ബൈ പിരമിഡ്, 5 വെർട്ടെക്സ് ഉള്ളത്. 6 ഉള്ളത് ഒക്ടാഹീഡ്രൺ, 7 ഉള്ളത് പെന്റഗണൽ ബൈ പിരമിഡ്. വെർട്ടെക്സിനാണ് പറയുന്നത് കേട്ടോ. 8 ഉള്ളത് എന്തായിരുന്നു ഷേപ്പ് പറഞ്ഞത്, ട്രയാഗണൽ ഡോഡെക്കാഹീഡ്രൺ, ട്രൈഗണൽ ഡോഡെക്കാഹീഡ്രൺ. 9 ഉള്ളത് നമ്മളിന്നലെ പറഞ്ഞിട്ടില്ല, ട്രൈകാപ്ഡ് ട്രൈഗണൽ പ്രിസം. 10 വെർട്ടെക്സ് ഉള്ള ഇതൊക്കെ എന്താണ്, ഡെൽറ്റ ഹീഡ്രന്റെ പേരാണ്. 4 വെർട്ടെക്സ് ഡെൽറ്റ ഹീഡ്രൺ ഈസ് ടെട്രാഹീഡ്രൺ, 5 വെർട്ടെക്സ് ടെട്രാഹീഡ്രൺ ഈസ് ട്രയാഗണൽ ബൈ പിരമിഡ്, 6 വെർട്ടെക്സ് ഡെൽറ്റ ഹീഡ്രൺ ഈസ് ഒക്ടാഹീഡ്രൺ. Delta hedron means a polyhedra with all triangular faces, no other shape, എല്ലാ ഫേസും ട്രയാങ്കുലർ ആയിരിക്കും. പെന്റഗണൽ ബൈ പിരമിഡ്, ട്രയാഗണൽ ഡോഡെക്കാഹീഡ്രൺ, ട്രൈകാപ്ഡ് ട്രയാഗണൽ പ്രിസം. ശരിക്കും മനസ്സിലാക്കണം, ട്രൈകാപ്ഡ് പ്രിസം നമുക്ക് ട്രയാഗണൽ പ്രിസങ്ങള് ലാബിൽ ഉപയോഗിച്ച ഫിസിക്സ് ലാബിലൊക്കെ ഉപയോഗിക്കുന്ന പ്രിസം. ഒരു ട്രയാങ്കുലർ ഫേസ്, അതിന്റെ പുറകിൽ വേറെ ട്രയാങ്കുലർ ഫേസ്, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് 3 ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ എന്ത് കാണും, അതിന് 2 ട്രയാങ്കുലർ ഫേസസ് ഉണ്ടാവും, 3 സ്ക്വയർ റെക്ടാങ്കുലർ ഫേസസ് ഉണ്ടാവും. അത് ട്രയാഗണൽ പ്രിസം.
ഇത് ട്രൈ ക്യാപ്ഡ് ട്രയാങ്കിൾ പ്രിസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ ഫേസിന്റെയും മുകളിൽ ഓരോ പോയിന്റ് ഉണ്ടായിരിക്കും. മനസ്സിൽ കാണാൻ ലേശം ബുദ്ധിമുട്ട്. ഒരു പ്രിസം മനസ്സിൽ കാണാമല്ലോ, ചിത്രം വരച്ചിട്ടുണ്ട്. 3D ചിത്രം വരക്കാൻ ലേശം പ്രയാസം. ട്രയാഗണൽ പ്രിസം, ഒരു ട്രയാങ്കിള് വേറെ ട്രയാങ്കിൾ നേരെ എക്ലിപ്സ് ആയിട്ട് വെക്കുക. എന്നിട്ട് മൂന്നിന്റെയും കോർണേഴ്സ് തമ്മിൽ യോജിപ്പിക്കുക. ഈ ട്രയാങ്കിൾ താഴെ വേറെ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചാൽ മനസ്സിലായില്ലേ? എന്നിട്ട് മൂന്നെണ്ണത്തിന്റെയും ഇതിന്റെ ഇങ്ങനെയും ഇതിന്റെ ഇങ്ങനെയും ഇതിന്റെ ഇങ്ങനെയും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഫേസ് ആയിരിക്കും. അത് നേരെ ബാക്കിലുള്ള ഫേസ് ആയിരിക്കും. ഇവിടെയും അതിന്റെ അടിയിൽ കാണുന്ന 4 റെക്ടാങ്കുലർ ഫേസസ്. അതാണ് നമ്മൾ പ്രിസം ലാബിൽ ഉപയോഗിക്കുന്നത്. പ്രിസം മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒക്കെ മേലെ ഓരോന്ന് ക്യാപ്പിംഗ് എന്ന് പറയുന്നത് ട്രൈ ക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ട് മേലെയായിട്ട് മനസ്സിലായില്ലേ? എങ്ങനെയാണോ നമ്മുടെ സ്ക്വയറിന്റെ മേലെ ഉള്ള ഒരു പോയിന്റ് ഇമേജ്, അതേപോലെ തന്നെ ഈ റെക്ടാങ്കിളിന്റെ മേലെ ഒരു പോയിന്റ്, മറ്റേ റെക്ടാങ്കിൾ വേറൊരു പോയിന്റ്, അതിന്റെ അടിയിലുള്ള റെക്ടാങ്കിളിന്റെ 3 റെക്ടാങ്കുലർ ഫേസസും 2 ട്രയാങ്കുലർ ഫേസസും ഉണ്ടാവും. ആർക്ക്? ട്രയാഗണൽ പ്രിസത്തിന്. ഇതിന്റെ 3 റെക്ടാങ്കുലർ ഫേസസിന്റെയും മുകളിലായിട്ട്, അതാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. ആ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് നേരത്തെ കേട്ടില്ല. ക്യാപ്പ് ചെയ്യുക, ഇതിന്റെ തൊട്ട് മേലായിട്ടൊരു പോയിന്റ്. ബോറോൺ സൈഡിയൊക്കെ ഉണ്ടാവും. ബോറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം സൈഡിയൊക്കെ ഉണ്ടാവും. 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ, 7, 8, 9 ഉണ്ടാകുന്നത് ഓരോ ഫേസിന്റെയും തൊട്ട് മുകളിലായിട്ടായിരിക്കും. മനസ്സിലായില്ലേ? പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിൽ ആയിരിക്കും 8, 9. അപ്പൊ എല്ലാം ഇപ്പൊ ഇവിടുന്ന് ഇവിടെ ഒരു സ്ക്വയർ വന്നില്ല. ഇതിപ്പോ റെക്ടാങ്കിൾ ആണ്. ഈ റെക്ടാങ്കിൾ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ യോജിപ്പിക്കാം? അപ്പൊ എന്താണ്? എല്ലാം ട്രയാങ്കുലർ ഫേസസ് ആയിരിക്കും കംപ്ലീറ്റ്. ദാറ്റ് ഈസ് എ ട്രൈ ക്യാപ്ഡ് ട്രയാഗണൽ പ്രിസം. ഇത് 10ാമത്തേത് 10 വെർട്ടക്സ് ഉള്ള എന്ത് ഡെൽറ്റ ഹെഡർ എന്ന് പറഞ്ഞാല് അതിന്റെ ഷേപ്പ് ബൈ ക്യാപ്ഡ് സ്ക്വയർ ആന്റി പ്രിസം. ഈ പേര് നിങ്ങൾ ഓർത്ത് ക്ഷമിക്കേണ്ട. 11, 12 12ാമത്തേന് ഐക്കോസാഹെഡർ എന്ന് പറയും. 11ാമത്തേന് ഒക്ടാഡെക്കാഹെഡർ എന്ന് പറയും. മനസ്സിലായില്ലേ? 11 വെർട്ടക്സ് ഉള്ളത്. ഒക്ടാഡെക്ക എന്ന് പറഞ്ഞാൽ 18 ട്രയാങ്കുലർ ഫേസസ് അതിലുണ്ടാവും. ഇതിനെത്ര ട്രയാങ്കുലർ ഫേസസ് ഉണ്ടാവും? ഇതിന് 4, 8, 4, 12, 3, 15. കാരണം ഓരോന്നിന്റെ മേലെയും 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഇതിന്റെ മേലെ 4, ഇതിന്റെ മേലെ 4, അടിയിലുള്ള ഫേസിന്റെ മേലെ 4. പിന്നെ 3 ട്രയാങ്കിൾ 2 ട്രയാങ്കിൾ നേരത്തെ ഉള്ളൂ. നമ്മൾ 4 × 3 12, 2, 14 ട്രയാങ്കുലർ ഫേസസ് ഉണ്ടാവും. ആർക്ക്? ട്രൈ ക്യാപ്ഡ് ട്രയാങ്കുലർ പ്രിസത്തിന്. ട്രയാഗണൽ ഡോഡെക്കാഹെഡ്രനോ 12 ട്രയാങ്കുലർ ഫേസസ് ഉണ്ടാവും. പെന്റഗണൽ ബൈപെന്റഗണോ 10 ട്രയാങ്കുലർ ഫേസസ് ഉണ്ടാവും. ഒക്ടാഹെഡ്രനോ 8 ഉണ്ടാവും. ട്രയാഗണൽ ബൈപിരമിഡിനോ 5 ഉണ്ടാവും. ടെട്രാഹെഡ്രനോ 4 ഉണ്ടാവും. ട്രയാഗണൽ ബൈപിരമിഡ് 6 ട്രയാങ്കുലർ ഫേസസ് ഉണ്ടാവും. ആ ഷേപ്പുകൾ ഓർത്ത് വെച്ചാൽ മതി, പേരും. അപ്പൊ ട്രൈ ക്യാപ്ഡ് ട്രയാങ്കുലർ പ്രിസം, ബൈ ക്യാപ്ഡ് സ്ക്വയർ ആന്റി പ്രിസം. 11ാമത്തെ പേര് ഒക്ടാഡെക്കാഹെഡ്രൺ എന്നാണ്. വേറെ എന്തൊക്കെ പേര് അതിനുണ്ട്. 12ാമത്തേത് വളരെ നല്ല ഷേപ്പാണ്. ഐക്കോസാഹെഡ്രൺ. ഇവങ്ങൾ കേട്ടിട്ടുണ്ട്. ഐക്കോസാഹെഡ്രൺ ഈസ് ആക്ച്വലി എ പെന്റഗണൽ ആന്റി പ്രിസം. ബൈ ക്യാപ്ഡ് പെന്റഗണൽ ആന്റി പ്രിസം എന്നതിന് വേറെ പേര്. ഈ ആന്റി പ്രിസം പ്രിസമിന്റെ വ്യത്യാസം, ആ പ്രിസത്തില് ഒരു ഫേസിന്റെ നേരെ അതിന്റെ ബാക്കിലുള്ള ഫേസ് എക്ലിപ്സ്ഡ് ആയിട്ട് നിൽക്കും. പെന്റഗണൽ പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പെന്റഗണൽ പ്രിസം എന്ന് പറഞ്ഞാല് 5 സൈഡുള്ള ഒരു പെന്റഗൺ, അതിന് നേരെ മേലെ വേറെ പെന്റഗൺ വെക്കുക. എന്നിട്ട് ഈ 5 കോർണേഴ്സ് നമ്മൾ യോജിപ്പിക്കുക. തന്നെ ഈ പ്രിസം പോലെ തന്നെ ഇവിടെ 3 ഉള്ളൂ, അവിടെ 5 ഉണ്ടാവും. അതായത് പെന്റഗണൽ പ്രിസം. ഇനി ആ പെന്റഗൺ ഒന്ന് കുറച്ച് ടിൽറ്റ് ചെയ്യാം. ഫുള്ളായിട്ട് ഒരു പകുതി ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെന്റഗണൽ ആന്റി പ്രിസം. മുമ്പ് പറഞ്ഞു സ്ക്വയർ ആന്റി പ്രിസം. സ്ക്വയർ പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് ആക്ച്വലി എ ക്യൂബ്. സ്ക്വയർ പ്രിസം അവിടെ എന്താണ്? 4 പോയിന്റ് മേലെ 4 പോയിന്റ് താഴെ, 4 4 തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന കുത്തനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ക്യൂബായി. നമ്മൾ നേരത്തെ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിച്ചത് സ്ക്വയർ ആന്റി പ്രിസം. ക്യൂബും സ്ക്വയർ, ഈ ക്യൂബിൽ നിന്ന് ക്യൂബിന്റെ ഒരു ഫേസിന് ഒരു 45 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് സ്ക്വയർ ആന്റി പ്രിസമായി. മനസ്സിലായില്ലേ? സ്ക്വയർ ആന്റി പ്രിസം, ബൈ ക്യാപ്ഡ് സ്ക്വയർ ആന്റി പ്രിസം. അതിന് 2 ബാക്കി എല്ലാ ഫേസസ് വന്ന് ട്രയാങ്കുലർ ആയിരിക്കും. മേലെ താഴെ 2 സ്ക്വയർ ഫേസസ് ഉണ്ടാവും. അതിന് ഓരോ ക്യാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും 4 ട്രയാങ്കിൾസ് ഇവിടെയും 4 ട്രയാങ്കിൾസ് ആവും. പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ബൈ ക്യാപ്ഡ് സ്ക്വയർ ആന്റി പ്രിസം.
octadecahedron. Icosahedron എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബൈകാപ്ഡ് പെന്റഗണൽ ആൻഡ് ഒരു പെന്റഗൺ താഴെ ഒരു പെന്റഗൺ മേലെ, അത് സ്റ്റാഗേർഡ് രൂപത്തിൽ, എക്ലിപ്സ് സ്റ്റാഗേർഡ്, മനസ്സിലാകുന്നോ? സ്റ്റാഗേർഡ് രൂപത്തിൽ, പിന്നെ മേലെയും താഴെ ഓരോ പോയിന്റ്, പെന്റഗണിന് മേലെയും താഴെ. അപ്പോൾ 5 5 10, മേലെ 5 ട്രയാങ്കിൾസ്, താഴെ 5 ട്രയാങ്കിൾസ്, ഇടയ്ക്ക് 10 ട്രയാങ്കിൾസ്, ആകെ 20 ട്രയാങ്കിൾസ് ഉണ്ടാവും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഐക്കോസാഹീഡ്രൺ. എത്ര കടന്നു ഇല്ലെങ്കിൽ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കും. ഇതൊന്നും താഴോട്ട് അത്യാധികം നമ്മുടെ കുറച്ച് മേലോട്ട് എന്നാൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. മനസ്സിലായില്ലേ? അപ്പോഴൊരു 7 വെർട്ടക്സ്ഡ്, 7 വെർട്ടക്സ്ഡ്, 7 വെർട്ടക്സ്ഡ് ഒരു 6 വെർട്ടക്സ്ഡ് ക്ലോസോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദാറ്റ്സ് ഒക്ടാഹീഡ്രൺ. 6 വെർട്ടക്സ് നിഡോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 7 വെർട്ടക്സ് ആയിട്ടുള്ള പെന്നൽ ബൈപിരമിഡിൽ നിന്ന് ഒരു വെർട്ടക്സ് കട്ട് ചെയ്താൽ കിട്ടുന്നതാണ് 6 വെർട്ടക്സ് നിഡോ സ്ട്രക്ചർ. 6 വെർട്ടക്സ് അരക്കിനോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 8 വെർട്ടക്സ് അല്ല ട്രയാങ്കിൾ ബൈഡോഡെക്കാഹെഡ്രണിൽ നിന്ന് 2 വെർട്ടക്സ് കട്ട് ചെയ്താൽ കിട്ടുന്ന, 2 അഡ്ജസന്റ് വെർട്ടക്സ് കട്ട് ചെയ്താൽ കിട്ടുന്നതാണ് അത് എന്ത്? 6 വെർട്ടക്സ്ഡ് അരക്കിനോ സ്ട്രക്ചർ പറഞ്ഞാൽ മനസ്സിലാണോ? അപ്പൊ 6 വെർട്ടക്സ്ഡ് ക്ലോസോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ഇത് ഒക്ടാഹെഡ്രൺ തന്നെയാണ്. അതേ സമയം 6 വെർട്ടക്സ്ഡ് ആയിട്ടുള്ള നിഡോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിന്റെ തൊട്ട് താഴെ വരുന്ന 7 വെർട്ടക്സ് ആയിട്ട് നമ്മൾ ഒരു വെർട്ടക്സ് കട്ട് ചെയ്താൽ എന്ത് ഷേപ്പ് കിട്ടുമോ അതാണ്. അതായത് ഒരു പെന്റഗണൽ ബൈപിരമിഡിൽ നിന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു പെന്റഗണൽ ബൈപിരമിഡിൽ നിന്ന് ഒരു വെർട്ടക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ പെന്റഗണൽ പിരമിഡ്. ദാറ്റ് ഈസ് എ 6 വെർട്ടക്സ്ഡ് നിഡോ സ്ട്രക്ചർ. This is a 6 vertexed closo structure. And if you want to get a 6 vertexed arachno structure, you look for a 8 vertexed decahedron and cut a 2 adjacent vertices, so that you will get a 6 vertexed arachno structure. I hope you follow. നമ്മൾ ഇത് പറഞ്ഞ എന്താണ്? Any boron with the formula BmHm+6 will have arachno structure, and any boron with the formula, any boron with the formula BmHm+4 is called nido structure. അപ്പോൾ നമ്മൾ ഒരു ബോറൈന്റെ ഫോർമുല B5H9 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് പറയാത്? അത് എന്താണ്? ദാറ്റ് ഈസ് എ നിഡോ ബോറൈൻ എന്ന് പറയാം. B6H9 എന്ന് കണ്ടാലോ? B6 അതും 4ആണ്, അതും നിഡോ ബോറൈൻ ആണ്. B5H11 എന്ന് പറഞ്ഞാലോ? B5H11 ദാറ്റ് ഈസ് M+6 ആണ്. 6 ആകുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് എ അരക്കിനോ സ്ട്രക്ചർ. അപ്പം B5H9 സ്ട്രക്ചർ നിഡോ സ്ട്രക്ചർ ആണ്. എത്ര? 5 vertex nido structure. That means it is a, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു, octahedron from which one vertex is cut off, that is it is a square pyramid. അപ്പം B5H9 ന്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ പിരമിഡ് ആണ്. B5H11 ആകുമ്പോഴോ? B5H11 ആകുമ്പോൾ അത് അർക്നോ സ്ട്രക്ചർ ആണ്. Of course, there are 5 vertices, but it is different from a nido B5 structure. It is obtained from a trigonal, a pentagonal നമുക്ക് എത്ര വേണം? 5. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 7 നിന്ന് പോകണം. അത് S. ഏഴിൽ നിന്ന് പോകണം. 7 നിന്ന് പോകുമ്പോൾ എന്താ ഷേപ്പ് ഉണ്ടാവുക? ഒരു പെന്റഗണൽ ബൈപിരമിഡിൽ നിന്ന് 2 അഡ്ജസന്റ് വെർട്ടീസസ് കട്ട് ചെയ്താൽ കിട്ടുന്ന ഷേപ്പാണ്. അത് വരച്ച് കാണിക്കാൻ പ്രയാസം. പെന്റഗണൽ ബൈപിരമിഡിൽ നിന്ന് ഒരു വെർട്ടക്സ് കട്ട് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ കാണിക്കാം. അടുത്ത വെർട്ടക്സ് കൂടി കട്ട് ചെയ്ത് പോകുമ്പോൾ എന്താ ഷേപ്പ്? ഇതിപ്പോ പെന്റഗണൽ ബൈപിരമിഡ് ആണെങ്കിൽ ഒരു വെർട്ടക്സ് കട്ട് ചെയ്യുന്നതായി പെന്റഗണൽ പിരമിഡായി. ഇത് ഈ വര വരച്ചില്ലേ കുഴപ്പമൊന്നുമില്ല. ഈ വര വരക്കുമ്പോഴാണ് കുറച്ചുകൂടി സംഗതി ക്ലിയർ. ഇറ്റ്സ് എ പെന്റഗണൽ പിരമിഡ്. ഈ പെന്റഗണൽ പിരമിഡിൽ നിന്ന് ഒരു വെർട്ടക്സ് കൂടി, ഏത് വെർട്ടക്സ് ഇത് പാടില്ല. ഇത് കട്ട് ചെയ്ത് എന്താ കിട്ടുക? അത് പെന്റഗണായി പോകും. അതല്ല ഷേപ്പ്. ഇതേതെങ്കിലും പറഞ്ഞു കളയാം. ഇതോ ഈ ഷേപ്പ് ആയിരിക്കും. അതായത് ഈ പറഞ്ഞ B5H11 ഉണ്ട്. ദാറ്റ് ഈസ് അരക്കിനോ സ്ട്രക്ചർ. ദാറ്റ് ഈസ് അതിനെ പറയുന്നത് സ്പൈഡർ വെബിന്റെ അരക്കിനോ സ്പൈഡർ വെബ്, അതായത് അൺടൈഡി സ്പൈഡർ വെബ് എന്ന് പറയുന്നത്. നേർക്കുള്ള കുറച്ച് വൃത്തിയായിട്ട ഒരു സ്പൈഡർ വെബ് പോലെ ഇരിക്കും ആ സ്ട്രക്ചർ, അരക്കിനോ സ്ട്രക്ചർ. പറയുന്നത് ക്ലിയർ ആണ് ഇതൊക്കെ. അപ്പം ഈ ഫോമിലൊക്കെ അതാണ് ചിലപ്പോൾ നിഡോ B5H9 എന്നും അരക്കിനോ B5H11 നമുക്ക് നേരത്തെ പറയാം. ഈ B5H11 അല്ലെങ്കിൽ ജനറലി BmHm+6 കണ്ടു കഴിഞ്ഞാൽ അതെല്ലാത്തിൻ്റെ സ്ട്രക്ചർ അരക്കിനാണ്. കാരണം BmHm+6 will have M+3 skeletal electron pairs, and if it has M+3 skeletal electron pairs, it will have the arachno structure.
What's the point? And if the formula of the borane is of the general formula BmHm plus 4, it will have a m plus 2 skeletal electron.